എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മൾ സപ്പോർട്ട് ചെയ്ത. അപ്പോൾ സീസൺ 1 4ാമത്തെ എപ്പിസോഡിലോട്ട് പോകാം. ഐ പി ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കുറേ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരും വേണ്ടത്ര സപ്പോർട്ട് തരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തൊന്ന് കൂടെ നിൽക്കാം. നമുക്ക് എന്നാലേ കൂടുതൽ വീഡിയോസുകളൊക്കെ ഇടാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ പോകാം കഥയിലോട്ട്. എപ്പിസോഡ് തുടങ്ങുന്ന ഒരു ബിൽഡിങ് കാണിച്ചുകൊണ്ടാണ്. അത് നമ്മളെ യൂറും എല്ലാവരും കൂടി താമസിക്കാൻ പോകുന്ന ബിൽഡിങ്ങാണ് കാണിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കണം എല്ലാവരും. അങ്ങനെ നമ്മളെ ഹീറോ ആണെങ്കിൽ അവിടും പുടക്കുന്ന നെറ്റിപ്പോയിട്ട് നല്ല രീതിക്ക് അവിടും പുടക്കൊന്ന് നല്ല രീതിക്ക് ഓടിപ്പോയി നോക്കുകയാണ്. അങ്ങനെ ഓടിപ്പോയി റൂമിൽ ഇത് നല്ല നല്ല മാത്താണ്. ഇങ്ങനത്തെ മാത്തൊന്നും വില്ലേജിലില്ല എന്ന രീതിക്ക് പറയാണ്. വില്ലേജിൽ ഇങ്ങനത്തെ ഒന്നുമില്ല, ഇവിടെ നല്ലതാണ് എന്ന് പറയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ ഹീറോ കെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കെടുക്കുമ്പോൾ എന്തോ വന്നിട്ട് ഹീറോനെ മാന്താണ് ചെയ്യുന്നത്. ഇത് മാന്തി എന്ന് പറയാണ്. ഇത് ഡീമൺസാണ് എന്ന് പറയാണ്. അങ്ങനെ ഡീമൺസിൻ്റെ പേര് അവിടെ പറയാണ് ചെയ്യുന്നത്. ഒരുത്തൻ്റെ ഒരു കൊട്ടാശു, ഒരുത്തൻ്റെ ഒരു കിക്കാശു എന്ന് പറയാണ് ചെയ്യുന്നത്. ഇതെല്ലാം എൻ്റെ ഡീമൺസാണ് ഇത് രണ്ടും എന്ന് പറയാണ്. അങ്ങനെ ഡീമൺസിൻ്റെ ഭാഷയിൽ വെൽക്കം ചെയ്യാണ്. പേര് പറഞ്ഞിട്ട് എൻ്റെ പേര് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഹീറോ പറയാണ്, എന്ത് പൂച്ചു നായാണോ നിൻ്റെ ഡീമൺസ് എന്ന് പറഞ്ഞപ്പോൾ നല്ല മാതും നല്ല രീതിക്ക് ആ ഡീമൺസിൻ്റെ ഒക്കെ ഒന്ന് കിട്ടുകയാണ് ചെയ്യുന്നത്. ആനയുടെ ഫാമിലി എവിടെ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് പേരൊക്കെ മാറ്റണം. പേര് മാറ്റണം. ഇപ്പോൾ നീ ഫാമിലി ആണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു അണ്ടറാണ് എന്ന് പറയുന്നു. അതായത് ഒരു ചോദിക്കുകയാണെങ്കിൽ എനിക്ക് മറ്റേ കുതിരനെ ഓടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കുതിരനെ അതായത് ആ വണ്ടി ഓടിക്കാൻ പറ്റില്ല എന്ന് ചോദിക്കണം. അത് ഓടിക്കണമെങ്കിൽ ഒരു ലൈസൻസ് വേണം, അതുപോലത്തെ സംഭവമാണ് എന്നൊക്കെ പറയുകയാണ് ചെയ്യുന്നത്. അത് ഓടിക്കണമെങ്കിൽ ആ ഒരു സംഭവമാണ് എന്ന രീതിക്ക് നമ്മൾ ഹീറോൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ സീൻ കട്ടായ പിന്നെ കാണിക്കുന്നത് നല്ല കോമഡി സീൻസായാലും സൈലൻറ്റ് സീൻസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ആവശ്യമുള്ള സീൻസും പിന്നെ സ്ഥലത്ത് കോമഡിയൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പം എൻ്റെ വീഡിയോയിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, അനയെ കാണിക്കാണ്. എന്തോ ഒരു പവർ അൺലോക്ക് ആക്കിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുകയാണ്. അതായത് വിചാരിച്ച സാധനം പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ്. അത് നടക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല എന്ന് മാസ്റ്ററോട് പറയാണ്. അപ്പോൾ മാസ്റ്റർ പറയാണ് ചെയ്യുന്നത്, അത് കുഴപ്പമില്ല, നീ ശ്രമിച്ചു നോക്ക് എന്ന് പറഞ്ഞിട്ട് മാസ്റ്ററിനോട് പറയാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളൊക്കെ ഞാൻ വൃത്തികേടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ പറയാണ്, പിന്നെ അപ്പോൾ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് മാസ്റ്ററിൻ്റെ എന്തോ ഒരു പവറുണ്ട് മാസ്റ്റർക്ക്. അങ്ങനെ മാസ്റ്റർ ആ ഒരു സംഭവം ചെയ്യാണ്. അപ്പോൾ തന്നെ അവിടേക്ക് ഒന്ന് എന്തോ ഒരു അതായത് നമ്മൾ മുന്നേ കണ്ട മീനിൻ്റെ പോലത്തെ ഇത് വന്നിട്ട് അവിടെ മൊത്തം ഒന്ന് ക്ലീനാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ സ്ഥലം ക്ലീനാക്കിയതിൻ്റെ ശേഷം നിനക്കൊരു എന്തോ സമ്മാനം ഉണ്ട് വന്നിട്ട് സമ്മാനം കൊടുക്കുകയാണ് ചെയ്യുന്നത്. വില്ലേജിൽ നിന്ന് ഇവിടെ കാലിന് എന്തോ പരിക്കുപറ്റിയെന്ന് അത് കാണാൻ വന്നതാണ്. അപ്പോൾ തന്നെ പറയാണ്, അതായത് ഈ നല്ലവരാരാന്ന് എനിക്കറിയുന്നില്ല എന്ന രീതിക്ക് പറയാണ്. നല്ലവരുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല എന്ന രീതിക്ക് സംസാരിക്കുകയാണ്. അങ്ങനെ ഒരു കത്തി കൊടുക്കുകയാണ്, ആപ്പിൾ മുറിക്കാനായിട്ട് ആ കത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ ഒരു ആപ്പിൾ മുറിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആപ്പിൾ അവിടെ കട്ട് ചെയ്ത് അവർ തിന്നാണ്. തിന്നുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതായത് യൂറോ ആസയോട് പറയണം, യൂറോ നിൻ്റെ അടുത്ത് അവൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ, നമുക്ക് അവനെ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആസ പറയാണ്, എൻ്റെ അടുത്ത് അവൻ്റെ ഫോട്ടോ ഇല്ല, ബട്ട് ഞാനത് വരച്ചു തരാം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അവൻ്റെ ഫോട്ടോ വരച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഇങ്ങനെ ഇരിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഹീറോയ്ക്കൊന്നും പറ്റില്ല, ഞാൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ കാണിക്കുന്നത് ഞാൻ ക്ലീൻ ഷേവ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് ക്ലീൻ ഷേവ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട് എന്ന രീതിക്ക് പറയുകയാണ്. അങ്ങനെ ഇതൊക്കെ കൊള്ളില്ല, താടിയുള്ള തന്നെയാണ് രസം എന്നുള്ള രീതിക്ക് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ഒരു സീൻ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് നമ്മൾ ഹീറോയോടെ എന്ന് ചോദിക്കുകയാണ്.
നമ്മുടെ ഹീറോ പുറത്തേക്ക് പോയതാണ്. അവിടെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പുറത്തേക്ക് പോയി അവൻ എന്ന രീതിക്ക് പറയുകയാണ്. അവനക്കൊന്നും പറ്റില്ലായിരിക്കും അല്ലേ എന്ന് പറയുന്നു. അങ്ങനെ അവിടെ സീൻ കട്ട് ചെയ്താൽ നമ്മൾ ഹീറോയാണ് കാണിക്കുന്നത്. സ്ഥലത്ത് നിന്ന് ആസയെ ഇങ്ങനെ കണ്ടുപിടിക്കാനാണ്. ആസയെ കണ്ടിട്ട് വേണം എനിക്കൊരു കാര്യം ചോദിക്കാൻ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആസയെ കണ്ടുപിടിക്കാൻ അപ്പോൾ ഡീമൻസ് കഴിയുമെന്ന് ചോദിക്കണം. മറ്റൊരു ഡീമൻസ് ഉണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ ഡീമൻസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഡീമൻസിൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് വരാണ്. അതായത് ഇവിടുന്ന് മനുഷ്യനല്ലാത്തൊരു രൂപം ഉണ്ടായി നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട ആ രൂപത്തിലോട്ട് ഡീമൻസ് വരാണ്. അങ്ങനെ വന്നിട്ടാണ് നോക്കാണ് ചെയ്യുന്നത്. ഡീമൻസിൻ്റെ കാലത്തേക്ക് ഹീറോനെ എടുത്തുകൊണ്ടാണ് അവർ പോകുന്നത്. ഹീറോ കണ്ട് വീളിടുന്നൊക്കെ ഉണ്ടെങ്കിലും അവനെ അവിടെ ഒരു സ്ഥലത്ത് ഇറക്കിയപ്പോൾ ഹീറോ അവിടെ കിടന്നിട്ട് ഓക്കാനിച്ചാണ് ചെയ്യുന്നത്. ഇവിടെ ഡീമൻസ് ഉണ്ട്, അയക്കറിയാൻ പറ്റുന്നുണ്ട് എന്ന രീതിക്ക് അവർ ഏതൊരു ബിൽഡിങ്ങിൻ്റെ മേലെ കയറി നിന്നിട്ട് ഡീമൻസിനെ നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എടുത്താണെന്ന് അവർ മനസ്സിലാക്കുകയും പിന്നീട് ആ ഡീമൻസിൻ്റെ അടുത്തേക്ക് അവർ പോവുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഡീമൻസുള്ള സ്ഥലത്തേക്ക് അവർ പോകുന്നു. അങ്ങനെ ഒരു ഡീമൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ മൂന്നാളെ കാണുകയും ഇവരുടെ അടുത്ത് ആസയുടെ മണമുണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് ആസ നടന്നു വരുന്നതായിട്ട് കാണുന്നു. അങ്ങനെ ആസ നടന്നു വരുന്നതും നമ്മൾ ഹീറോ കാണുന്നതും ആസാൻ്റെ അടുത്തേക്ക് ഹീറോ നടന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡീമൻസ് പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ശരിക്ക് ആസയല്ലായിരുന്നു, അത് നമ്മൾ നേരത്തെ കണ്ടിരുന്ന ആ ഡീമനായിരുന്നു. അങ്ങനെ ആ ഡീമനെ ആസയെ ഹീറോയെ പിടിക്കുന്നു ഡീമൻ. അങ്ങനെ ആസയുടെ ബ്ലഡ് കാരണമാണ് നിന്നെ പിടിക്കാൻ പറ്റുകയെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീറോനെ കാണാത്തതുകൊണ്ട് അവിടെയുള്ളവർ ഹീറോയോട് പോയിരിക്കണം, ഹീറോനെ കണ്ടുപിടിക്കണം പെട്ടെന്ന് എന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ബ്ലഡ്, അതായത് ഹീറോൻ്റെ ഒരു കുപ്പായം മണപ്പിച്ചാണ് നായിനെ ആണ്ടുവിടാണ് ഹീറോൻ്റെ അടുത്തേക്ക്. അതുപോലെ തന്നെ ഒരു പൂച്ചനോട് ആ നായി ഹീറോ എവിടെയെന്ന് ട്രേസ് ചെയ്യാൻ പറയുമ്പോൾ ടോക്കിയോയിലാണ് എന്ന് പറയുന്നു. ടോക്കിയോയിലാണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ പറയാണ്, അതായത് അങ്ങനെ ഹീറോയോട് പറയാണ് നീ എന്തായാലും ഒറ്റയ്ക്കില്ല വന്നിട്ടുള്ളൂ, നിൻ്റെ ടീമേഴ്സ് ഉണ്ടാവുക എന്ന് പറയണം. അങ്ങനെ ഹീറോ പല്ല് പൊട്ടിക്കാനായിട്ട് അവൻ്റെ അടുത്ത് കത്തി സാധനമുണ്ട്, അതായിട്ട് നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പൊട്ടിക്കാൻ നോക്കുമ്പോൾ അതിന് നമുക്ക് പറ്റുന്നില്ല പൊട്ടിക്കാനായിട്ട്, അതായത് ആ പല്ല് പൊട്ടിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഹീറോ ടീമേഴ്സിനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ടീമേഴ്സ് പറയുന്നത്, അതായത് അവരുടെ കൈക്ക് കത്തിയോ അതൊന്നുമില്ല, ഡീമൻസ് മാത്രമേ ഉള്ളൂ, എന്തായാലും നടക്കട്ടെ എന്ന രീതിയിൽ അവർ നടക്കുകയാണ് ചെയ്യുന്നത്. മുന്നേക്ക് നടക്കുകയാണ്, അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ടും അത് മുന്നേക്ക് തന്നെ നടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഡീമൻസ് ഒരു സ്ഥലത്ത് എത്തിയതിന് ശേഷം നമ്മൾ ഹീറോയുടെ ഡീമൻസ് പറയുകയാണ്, അതായത് നീ അതിൻ്റെ ഉള്ളിൽ തന്നെ നിന്നു, എന്നാലേ നിനക്ക് അതിൻ്റെ ഉള്ളിൽ നിന്നാലേ നിനക്ക് സേഫ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹീറോയോട് അതിൻ്റെ ഉള്ളിൽ തന്നെ നീ നിന്നോ എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീറോ അതായത് ആ പല്ലിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഫൈറ്റിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറാവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കത്തി എന്തൊക്കെ ആ മീനിൻ്റെ തൊള്ളിൽ നിന്ന് പുറത്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ ലെഫ്റ്റിനും റൈറ്റിനും അത് വെച്ചിട്ട് വെടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ വെടിവെച്ചപ്പോൾ അവർക്കൊന്നും പറ്റുന്നില്ല, എന്ത് കാട്ടിയിട്ടും അവർക്ക് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. നമ്മൾ ലെഫ്റ്റിനും റൈറ്റിനും അവർക്ക് എന്ത് കാട്ടിയിട്ടും ഒന്നും പറ്റാത്തതുകൊണ്ട് അതായത് അവരുടെ ഡീമൻസിനെ പുറത്തിറങ്ങണേ, അതായത് ആമക്ക് ആമ റൈറ്റിന് പോയി ലെഫ്റ്റിൻ്റെ മേലെ ഇരിക്കുമ്പോൾ നല്ല കനം കൊണ്ട് ലെഫ്റ്റിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇതെന്ത് മൊയില, ഇവനെ കൊണ്ട് എന്ത് പറ്റാനാ എന്നുള്ള രീതിക്ക് ചിരിക്കുമ്പോൾ നമ്മൾ റൈറ്റിനടുത്ത് കയറിയാണ് ചെയ്യുന്നത് മൊയിൽ. അങ്ങനെ അവിടെ ഭയങ്കര ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പക്ക പ്ലാൻ ചെയ്തിട്ട് അവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, ആ ലൈറ്റ് നമുക്ക് അവൻ്റെക്കുള്ള കത്തി എറിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ലൈറ്റ് പൊട്ടുകയും നമ്മൾ ലെഫ്റ്റിനും റൈറ്റൊക്കെ
വന്നിട്ട് അവനെ ആ പല്ല് ചവിട്ടി പൊട്ടിച്ച് രക്ഷപ്പെടുത്താണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ അവന് ഒരു പക്ക പ്ലാനോട് കൂടി തന്നെ ചെയ്യാണ് കാര്യങ്ങൾ. ഇത് പല്ലെടുത്ത് അതിൻ്റെ ആളെടുത്ത് കയറിയുകയും അതുപോലെ തന്നെ അവന് അതായത് ഒരു ശരിയായ ഇതിലേക്ക് വന്നതിന് ശേഷം അവനെ അതിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇരുട്ടത്ത് അവനെ ആർക്കും ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ എന്നൊക്കെ നോക്കുമ്പോൾ കാലിൽ അകത്തിയിട്ട് ഒറ്റ വെട്ടിട്ട് അവനെ പിടിച്ചുകൊണ്ട് ആസക്ക് വിളിക്കാൻ പറയണം. അതായത് ആസ എവിടെയെന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആസ ഞങ്ങളുടെ അടുത്തുണ്ട്, ഞങ്ങളെ ബോസിൻ്റെ അടുത്താണ് ആസ ഉള്ളത് എന്ന രീതിക്ക് പറയുകയാണ് ചെയ്യുന്നത്. നീ അവനെ വിടണം എന്ന രീതിക്ക് പറയാണ്. അപ്പോൾ ഇത് നമ്മൾ ഹീറോ പറയാണ്. ഞാൻ ലെഫ്റ്റ് റൈറ്റ് അടുത്തേക്ക് വന്നപ്പോൾ നമ്മൾ ഹീറോ പറയാണ്, അതായത് നീ ചില വില്ലേജ് തകർക്കാൻ നോക്കിയെന്ന് പറയാണ്. അത് ഞാൻ തന്നെയാണ് അത് എന്ന് പറയാണ്. അങ്ങനെ ഇവർക്ക് ദേഷ്യം വന്നപ്പോൾ കത്തി എടുത്ത് പിടിച്ചുകൊണ്ട് ഹീറോ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഹീറോയോട് ആസൊക്കെ വിളിക്കാൻ പറയണേ. അതായത് ഒരു അപ്പുറത്തും ചെയ്യുന്ന ഡിവൈസിൽ അത് വെച്ചിട്ട് ആസൊക്കെ വിളിക്കാൻ പറയുന്നു. ഈ എപ്പിസോഡ് കഴിയുകയാണ്. ഇതൊരു 5ാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഇപ്പോൾ എത്ര ലൈക്ക് ചെയ്യാം, സബ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.